ഹലോ ഗൈസ്, മീ ആൻഡ് മൈ കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്, ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. ഏട്ടന് ലീവുള്ളൊരു ദിവസമായിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ വരുന്ന സ്ഥലം മാളാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ മോൾക്ക് ഇവിടെ വരിക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇവിടേക്ക് തന്നെ എത്തും. അത് കാരണം ഇവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വരെ ഞങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ചേഞ്ച് ആട്ടോ ഇത്. ആദ്യമൊന്നും ഇവിടെ അങ്ങനെ ഫ്ലവേഴ്സൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം അടുക്കളയ്ക്ക് കയറുന്ന സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു, കല്ലുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനുള്ളതിൽ ആദ്യം കല്ലുട്ടീൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ. ജൂനിയർ ട്രെൻഡ്സിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവിടുന്ന് അവൾക്കൊരു ജീൻസും ഒരു ഷർട്ടും കൊടുത്തു. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ വേറൊരു ഭംഗിയാണല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ യൂസ് ചെയ്യുന്ന ഞാനൊരു ടോപ്പ് എടുത്തു കേട്ടോ. പിന്നെ അവളോട് ജസ്റ്റ് ജമ്പിൽ കയറണം എന്ന് വെച്ചപ്പോൾ ആദ്യം അവൾ പറഞ്ഞു കയറണമെന്ന്. പിന്നെ അവൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം അങ്ങനെ പ്രോത്സാഹിപ്പിച്ച അരമണിക്കൂർ നമ്മളത് വേസ്റ്റാണ്. നമ്മൾ പോസ്റ്റ് അടിച്ച് അവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ പെർഫ്യൂമിൻ്റെ ഉണ്ട്, ബെല്ല വിറ്റൻ്റെ പെർഫ്യൂം ഉണ്ട് കുറേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് 2 പെർഫ്യൂം വാങ്ങിച്ചു കേട്ടോ. കുറേ എണ്ണം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത് മാത്രമല്ല നല്ല ഭംഗിയത് കാണാൻ. ഓരോരോ കളർ കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഏട്ടൻ 2 പെർഫ്യൂം എടുത്തു. അതിൻ്റെ പേര് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാനൊരു ബോഡി വാഷും എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ അങ്ങനെ നോക്കി നിൽക്കാൻ. ഇങ്ങനെ കുപ്പീൻ്റെ അടി കൂടെ ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടും. അവിടെ നിന്നാണ് നമുക്കിനി കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അടുക്കളയ്ക്ക് ഏകദേശം ഒരു ഇതെല്ലതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ കല്യാണിൻ്റെ സെക്ഷനിലേക്ക് ഓടിയിട്ടാണ്. കാരണം കുറേ മറ്റേ ബൊമ്മക്കുട്ടി, ബബിൾസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടും അവിടെ. അപ്പോൾ പിന്നെ ഏട്ടനും അവളും കൂടി ആ ഭാഗത്തേക്ക് പോയി. അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിച്ചു. പിന്നെ വേഗം ബില്ലടിച്ചിറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവം ടേസ്റ്റി കോണ് എപ്പോഴും അവിടെ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴേക്കും കല്യാണി അലമ്പാകുമ്പോൾ പിന്നെ വേഗം പോവാറാണ്. അപ്പോൾ ഇന്ന് ഞാനവിടെ പോയിട്ട് ഞാനൊരു പ്ലെയിൻ കോൺ മേടിച്ചുട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ടറും സോൾട്ടും മാത്രം. അത് കഴിച്ചപ്പോൾ ഏട്ടനും ഇഷ്ടമായപ്പോൾ ഏട്ടനും ഒന്ന് മേടിച്ചുട്ടാ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ അത്യാവശ്യം നേരത്തെയാണ് മാളിൽ പോയി വന്നത്. അപ്പോൾ പിന്നെ ഫുഡ് എന്തായാലും വീട്ടിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് ചിക്കൻ മേടിച്ചു. പിന്നെ നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് പൊറോട്ട. ഇത് കണ്ടപ്പോൾ തന്നെ അയ്യോ പൊറോട്ട പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ എടുത്തു കേട്ടോ. കാരണം പൊറോട്ട നമുക്ക് മലയാളികൾക്ക് എന്നൊരു വികാരമാണല്ലോ. ഇവിടെ പിന്നെ അങ്ങനത്തെ നല്ല പൊറോട്ട കിട്ടുമില്ല. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ പിന്നെ വേഗം എടുത്തു. പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ, ചൂടാക്കിയിട്ട് വേഗം ഒന്ന് അങ്ങനെ തിന്നാനല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പൊറോട്ട ഇത് മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് പിന്നെ ചിക്കൻ മേടിച്ചത് കേട്ടോ. അങ്ങനെ കറിയൊക്കെ വേഗം ഞാൻ സെറ്റാക്കി. അങ്ങനെ പൊറോട്ട ഞാൻ ചുടുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പൂതിക്കും തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ അങ്ങനെ പൊറോട്ട കിട്ടുന്നില്ല. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പൊറോട്ട കിട്ടും, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് വൈസും വലിയ രസമൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പൊറോട്ട അടിച്ച പോലെ പൊറോട്ട കടിച്ച്. പക്ഷേ നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെയേ അല്ല കേട്ടോ. നാട്ടിലെ പൊറോട്ട നല്ല സോഫ്റ്റ് അല്ലേ, ഇത് അത്യാവശ്യം ഹാർഡാണ്. ടേസ്റ്റ് വൈസും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം, ഒരു പൂതി തീർക്കാം. 85 രൂപ ഉണ്ട് ഇവിടെ ഒരു പൊറോട്ടയ്ക്ക്. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കും, 85 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എത്ര പൊറോട്ട കഴിക്കാം അല്ലേ. പൊറോട്ട പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. പൊറോട്ട ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചുരുക്കം പേരെങ്കിലും ഉണ്ടാവുമോ എനിക്ക് സംശയമാണ്. കാരണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. ഞാനൊരു പൊറോട്ട ലവറാണ്, അങ്ങനെ വേണം പറയാൻ. അല്ല ഒരു ഇതെല്ലാത്തിനും കൂടെ ഞങ്ങൾ കഴിക്കും പൊറോട്ട. അങ്ങനെ വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് പിന്നെ ചിക്കൻ കറിയാണല്ലോ മെയിൻ കോംബോ. പിന്നെ അധികം നേരമായിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെ പൊറോട്ട പോലെ അല്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വീഡിയോസായിട്ട് വേറെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.